അവിടെ ചെന്ന് ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ നോക്കിയാലും ഞാൻ അത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നു. നാദിറയും ശൈത്യയുമാണ് സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള ഗസ്റ്റുകൾ. നാദിറയ്ക്ക് ഷ്യാമിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം, എക്സ്ക്ലൂസീവായിട്ട്. അത് മെയിനായിട്ട് ചോദിക്കുന്നത് നാദിറ, ഷ്യാമിന് വല്ല ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? ശ്യാം ഇല്ലയെന്ന് മറുപടി പറയുന്നു. ഇത് ചോദിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഷ്യാമിനെ ആദ്യം തുടങ്ങി തന്നെ നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് കാണും. ഫസ്റ്റ് ടാസ്കിൽ പൂജയുടെ ആ ഒരു കീ എടുത്ത് ലോക്ക് തുറക്കുന്ന ടാസ്കിൽ പൂജയുടെ കയ്യിൽ നിന്ന് കീയൊക്കെ അടിച്ചു മാറ്റിയായിരുന്നു. അതിനുശേഷം പൂജ ചോദിച്ചിട്ടും കീ ഒന്നും കൊടുത്തില്ല. പൂജ അവിടെ കിടന്ന് കുറേ കഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ കണ്ടതാണ്. ഷ്യാമിൻ്റെ മറുപടിയും അതേപോലെ ആയിരുന്നു. ഞാൻ ഓപ്പർച്യൂണിറ്റി നോക്കും, എനിക്ക് വിന്നിങ് പോസിബിലിറ്റി ഉണ്ട്, ഞാനത് എനിക്ക് കിട്ടാനുള്ള കാര്യം ഞാൻ ഗ്രാബ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം നാദിറ നോക്കി വെച്ചിട്ടുള്ളത്, ശ്യാം റിയാസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കുറച്ച് ഫെമിനൈൻ അല്ലെങ്കിൽ സ്ത്രൈണ സ്വഭാവമുള്ള ഒരു ആളാണ്. അപ്പം നാദിറക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ തോന്നിക്കാണും. നിനക്ക് ഓൾറെഡി കാമുകയുണ്ടോ? നീ ഇനി ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാമുകിമാരെ ഉണ്ടാക്കാൻ നോക്കുമോ? അതല്ലെങ്കിൽ നിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്താൽ നീ എന്ത് ചെയ്യും? ഇതൊക്കെയായിരുന്നു നാദിറയുടെ കുറച്ച് ചോദ്യങ്ങൾ. ശ്യാം അതെല്ലാം രസകരമായിട്ടുള്ള രീതിയിൽ ഉത്തരം പറയുന്നുണ്ട്. എനിക്ക് കാമുകിമാരൊന്നുമില്ല, അവിടെ ചെന്ന് ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ നോക്കിയാലും ഞാൻ അത് റിജക്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഈ ലവ് ട്രാക്ക് മാത്രമല്ല സംഭവം, എനിക്ക് അതിനേക്കാൾ ഉപരി കൊടുക്കാനായിട്ട് കുറേ കണ്ടൻ്റ് ഉണ്ട്, അതിലായിരിക്കും എൻ്റെ ശ്രദ്ധ എന്നൊക്കെ ശ്യാം പറയുന്നുണ്ട്. ശ്യാം എന്തായാലും ഒരു പെക്യുലിയർ ക്യാരക്ടറാണ്, ഓഡ് വണ്ണാണ്. സത്യസന്ധത അല്ലെങ്കിൽ എത്തിക്സ് ഒന്നും ഭയങ്കരമായിട്ട് എടുത്ത് പറയാനൊന്നുമില്ല. സെലക്ട് ചെയ്യപ്പെടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ശ്യാം സെലക്ട് ചെയ്യപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ? ശ്യാമിൻ്റെ ഗെയിം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.